എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോകാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇഷിത ആദ്യനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് ന്യൂറോ ഡോക്ടർ സ്റ്റീഫൻ ഡോക്ടറെ കൂടെ വിളിക്കണം. വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ കൂടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഒരു 8-10 വയസ്സായ ഒരു കുട്ടി, ആക്സിഡന്റ് കേസാണ്. ഡോക്ടർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കാം. ശരി ഡോക്ടർ, ഇപ്പം തന്നെ ഞാൻ വരാമെന്ന് പറയണം. അങ്ങനെ ഇഷിത കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ വാർഡിലേക്ക് മാറ്റുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡോക്ടർ സ്റ്റീഫനും വന്നു. പിന്നീട് ഡോക്ടർ സ്റ്റീഫൻ ഇങ്ങനെ പരിശോധിക്കുകയാണ്. പരിശോധിച്ച ശേഷം പറഞ്ഞു, പുറമെ ഒന്നും സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഇന്റേണൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, ഇഷിത ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെ ഇഷിത അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഇഷിത വീട്ടിലേക്ക് വന്നില്ല. അപ്പോൾ ഇഷിതനെ കാണാതായി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ എല്ലാവരും ടെൻഷനില്ല. ചിപ്പിമോള് പോലും ഉറങ്ങാതിരിക്കുകയാണ്. ചിപ്പിമോള് രാമനാഥൻ്റെ മടിയിലിരിക്കുക. ഈ സമയത്ത് രാമനാഥൻ പറഞ്ഞു, മോൾ ഉറങ്ങിക്കോളം പറയണം. വേണ്ട, ഞാൻ അമ്മ വന്നിട്ട് ഉറങ്ങുന്നോളെന്ന് പറയണം. ആ സമയം മഹേഷും എത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്വപ്നവലി പറഞ്ഞു, കെട്ടിയവനും കെട്ടിയോളും കൂടി എവിടെ പോയിരിക്കുക, സമയം 12 മണി, ഇതുവരെയായിട്ട് വന്നോന്ന് ചോദിക്കേ. കുഞ്ഞിന് വേണ്ടിയിട്ടാ കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കുഞ്ഞിനെ നോക്കാനായിട്ട് ആളില്ലാത്ത ഒരു അവസ്ഥയിലെത്തി കാര്യങ്ങളൊക്കെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു, അവൾക്ക് ചിലപ്പോൾ എന്തേലും എക്സ്ട്രാ ഡ്യൂട്ടി കാണുമായിരിക്കും, അവിടെ എന്തേലും ചിലപ്പം അത്യാവശ്യമായിട്ട് എമർജൻസി കാണുമായിരിക്കും, അതായിരിക്കും ഇഷിത വരാത്തെന്ന് പറയാം. പിന്നെ എന്തത്യാവശ്യം, ഈ പാതിരാത്രി അല്ലേ? അതെ, പാതിരാത്രി ഒന്നുമില്ല. ഡോക്ടർ ആകുമ്പോൾ അവർക്ക് എപ്പോഴും ഏത് സമയത്ത് എമർജൻസി വരുന്നേ ഒന്നൊന്നും പറയാൻ പറ്റില്ല. സ്വപ്നം, നീ എന്തറിഞ്ഞിട്ടേ പറയണമെന്ന് ചോദിക്കുക. പിന്നെ ഞാനും കുറെ ഡോക്ടർമാരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് സ്വപ്നവല്ലി പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നേ. മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൂടെ ഇഷിതയില്ലെന്ന് മനസ്സിലായി. അല്ല, ഇഷിത വന്നില്ലെന്ന് ചോദിക്കണം. ഇഷിത വന്നില്ല എതിരായിട്ടും. നല്ല കാര്യമായി, ഞങ്ങളോട് തന്നെ ചോദിക്കണം. നിന്റെ ഭാര്യ ഇവിടെ എത്തിയിട്ടില്ല, ദേ മോൾ ഉറങ്ങാതിരിക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, മോളെ നീ എന്തിനാ ഉറങ്ങാതിരിക്കണേ, നീ പോയി കിടന്ന് ഉറങ്ങാൻ പറയണം. ഞാനിപ്പോൾ ഉറങ്ങുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാമനാഥൻ ദേഷ്യം വന്നു. രാമനാഥൻ പറഞ്ഞു, ഉറങ്ങും ചിപ്പി, വേണ്ട, ഞാൻ അമ്മ വന്നിട്ട് ഉറങ്ങുന്നുള്ളെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. അവസാനം മഹേഷ് പറഞ്ഞു, മോൾ അവിടെ പോയി കിടന്നുറങ്ങുക, അമ്മ വരുമ്പോൾ എപ്പോഴാണെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി കാണുമായിരിക്കും എന്ന് പറയണം. അങ്ങനെ ചിപ്പിമോള് അവിടെ ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് കയറി കിടക്കുകയാണ്. ദേഷ്യപ്പെട്ട് പോയി സെറ്റിയിലേക്ക് കയറി കിടക്കുകയാണ്. ഈ സമയം മഹേഷിൻ്റെ അടുത്ത് രാമനാഥൻ പറഞ്ഞു, അതെ, അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി കാണുമെന്ന് പറയാം, എന്നാലും ഒന്ന് വിളിക്കാമായിരുന്നല്ലോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്ത് ഞാനൊന്ന് വിളിക്കാനെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വിളിച്ചിട്ട് കോൾ എടുത്തില്ല. ഈ സമയം സ്വപ്നവല്ലി പറഞ്ഞു, അവൾക്ക് കോൾ എടുക്കാനൊന്നും സമയം കാണത്തില്ല, അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തതെന്ന് പറയാം. ഇത് സ്വപ്നവല്ലി, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് രാമനാഥൻ ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് അവിടെ ആ ആദിയുടെ അടുത്ത് തന്നെ ഇരിക്കുവാണ് ഇഷിത. അങ്ങനെ പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു, പുറമേ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ ഉള്ളിൽ ഇന്റേണൽ സ്ക്രാച്ച് ഉണ്ട്, അതെ ബ്രെയിനിന് സ്ക്രാച്ചസ് വീണിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത പറഞ്ഞു, അയ്യോ ഡോക്ടർ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ ഉണരണമെങ്കിൽ കുറച്ച് സമയം ലേറ്റ് ആവുമെന്ന് പറയണം. ഉണർന്നു കഴിഞ്ഞാലോ കുട്ടിയുടെ വീട്ടുകാരെ നമുക്ക് വിവരം അറിയിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അത് പിന്നെ ഡോക്ടറെ, എൻ്റെ കാറ് തട്ടി ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായേക്കെന്ന് പറയണം. ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു, അപ്പം ഇനി എന്ത് ചെയ്യാനാ, കുട്ടി ഉണർന്നു കഴിഞ്ഞാലേ വീട്ടുകാരെ അറിയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ അറിയിക്കാനും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഇപ്പം തൽക്കാലത്തേക്ക് ഡോക്ടർ പറയണ്ട, ഡോക്ടറുടെ കാറ് തട്ടിയിട്ടാ കുട്ടിക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായെന്നുള്ള കാര്യം. അല്ല, പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ട ഇങ്ങനെ ഒരു കേസ്, തൽക്കാലത്തേക്ക് റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകണ്ട, കാരണം ലീഗലി ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നു എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത പറഞ്ഞു, എങ്ങനെ ഈ കുട്ടി എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയാം. കാരണം മഹേഷിൻ്റെ ആകാശിൻ്റെ കാർ ഇടിച്ചിട്ടാണ് ഇഷിതയുടെ കാറിന് മുന്നിലേക്ക് വന്ന് വീണേന്നുള്ള കാര്യം ഇഷിത അറിയുന്നില്ല. ഇഷിതയുടെ വിചാരം തൻ്റെ കാറിന് മുന്നിൽ വന്നിട്ട് താനാണ് ഇടിച്ചു തെറിപ്പിച്ചെന്നാണ് ഇഷിത മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണേ. എങ്ങനെ വന്നെന്നറിയത്തില്ല, ഞാൻ ഈ കുട്ടീനെ കണ്ടിട്ടും കൂടി ഇല്ലയെന്ന് പറയണം. ആ സമയം സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല, ഇവിടെ ധൈര്യമായിട്ടിരിക്കുക, ഇനിയിപ്പം ഇഷിതയ്ക്ക് വേണമെങ്കിൽ ക്യാബിനിൽ പോയി ഇരിക്കാം, ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. ആ സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ തന്നെ ഇരിക്കുകയാണ്. ആദ്യയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഇഷിതയ്ക്ക് അറിയില്ല അവൻ ആരാ എന്താണെന്നും അറിയത്തില്ല, പക്ഷേ അവൻ്റെ ഒരു കുഞ്ഞു ജീവനാണല്ലോ, അവൻ്റെ ആരും ബന്ധുക്കാരൊന്നും അടുത്തില്ലല്ലോ എന്നോർത്തിട്ടാണ് ഇഷിത അടുത്ത് ഇരിക്കുന്നത് തന്നെ. ആ സമയം മഹേഷ് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മഹേഷിനോട് സ്വപ്നവല്ലി വന്നിട്ട് പറഞ്ഞു, അവള് ഹോസ്പിറ്റലൊന്നും കാണത്തില്ല, ഏതിലോടെയും ഊരി ചുറ്റാനായിട്ട് ഇറങ്ങി കാണുമെന്ന് പറയാം. രാമനാഥൻ പറഞ്ഞു, സ്വപ്നം നീ അതിര് കിടക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്നറിയാവോ, അടുത്ത മുറിയിലുള്ള ആൾക്കാരൊക്കെ കേൾക്കും, ഒന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ പറയണം. ഈ സമയത്ത് രാമനാഥൻ പറഞ്ഞു, അല്ല ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം മാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇഷിത,
അത് ശരിയാ, ചിലപ്പോൾ അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? ആ സമയത്ത് സ്വപ്നവേലി പറഞ്ഞു, അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ചോദിക്കുക, എങ്ങനെ താമസിക്കും എന്നുള്ള കാര്യമൊക്കെ. ഇത് കേട്ടിച്ചപ്പോൾ മഹേഷ് പറഞ്ഞു, അത് ശരിയാണല്ലോ, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു, അവരോടൊന്ന് ചോദിച്ചു നോക്കണം, അറിയാലോ കാര്യങ്ങളൊക്കെ. അത് ശരിയാ, ചോദിച്ചു നോക്കി അറിയാം, പക്ഷേ ഈ സമയത്ത് എങ്ങനെയാണ് ചോദിക്കുന്നത്? സമയം 2 മണിയാണോ ആയില്ല എന്ന് ചോദിക്കണം. ഈ സമയത്ത് ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അവർ നല്ല ഉറക്കത്തെ സമയത്ത് അവരെ അങ്ങോട്ട് ടെൻഷൻ അടിപ്പിക്കാന്നല്ലാതെ. അത് കേട്ട സ്വപ്നവേലി പറഞ്ഞു, പിന്നെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഇവിടെ ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ചിരിക്കുക, അങ്ങനെ ഇപ്പം അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട, നമ്മളെ ഉറക്കം കെടുത്തിട്ട് അവരോട് ഉറങ്ങണ്ട, നീ വിളിക്കുക മഹേഷേന്ന് വിളിക്കണം പറയണം. അവസാനം മഹേഷ് ഫോൺ വിളിക്കണം മാഷിൻ്റെ ഫോണിലേക്ക്. മാഷ് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക. പുറകെ തന്നെ പ്രിയാമണിയും വന്നു. ആരാ മാഷ് ഈ സമയത്ത്? മഹേഷ് ആണല്ലോ എന്ന് പറയണം. കോൾ എടുക്കാൻ പറയണം. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഇഷിത ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞു, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി കാണും മോനെ, അതാന്ന് പറയണം. അല്ല വിളിച്ചു നോക്കില്ലേ? വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അച്ഛനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ വിളിച്ചിട്ട് എടുക്കുവാണെങ്കിൽ മോനെ വിളിക്കാൻ പറയാം എന്ന് പറയണം. പിന്നീട് മഹേഷ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വിളിക്കുകയാണ്. മാഷ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇതെന്താ പോലും ഫോൺ എടുക്കാത്തേ? എമർജൻസി ആയിരിക്കും പറയാ. നീ ടെൻഷൻ അടിക്കണ്ട, നിനക്കറിയാവുന്ന കാര്യമല്ല അവളുടെ കാര്യം. അത് ശരിയാ, ഇവിടെ അങ്ങനെ താമസം എത്രയോ രാത്രികൾ വന്നിരിക്കുന്നു. എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഇഷിത ആ കൂടെ ഇങ്ങോട്ട് പോകും. കാരണം ഇഷിതയുടെ മേൽനോട്ടത്തിലായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ നടക്കണേ. ഇഷിതയുടെ ഉത്തരവാദിത്തം പോലെ ഇഷിത ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഓരോ ജീവനും വിലപ്പെട്ടാന്ന് ഇഷിതയ്ക്ക് നന്നായിട്ടറിയാം. തങ്ങളുടെ ആരുടെയും ഒരു ഇത് അപാകത കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ട് അശ്രദ്ധ മൂലം ആർക്കും ഒരു അസുഖം അല്ലെങ്കിൽ ആർക്കും ഒരു അപകടം സംഭവിക്കരുതെന്ന് ഇഷിത വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഷിത കൂടെ തന്നെ നിൽക്കണേ. പിന്നീട് അവിടെ വിളിച്ചിട്ട് ഇല്ലയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് സ്വപ്നവല്ലിയോടും രാമനാഥനോട് ഈ കാര്യം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ നിൽക്കോ, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി അവളെ അന്വേഷിച്ചിട്ട് വരാം. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ കാണുമോ എവിടെയാണെന്ന് അറിയത്തില്ലോ, ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്നൊക്കെ പറയണം. എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇറങ്ങി പോവാണ്. അങ്ങനെ മഹേഷ് ഇറങ്ങി അയാളോടൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട്. വഴിയിൽ എവിടെയെങ്കിലും കാർ വല്ല ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ടോ? കാരണം ഇഷിതയുടെ വണ്ടി ഇച്ചിരി പഴയതാണ്. അതിപ്പോൾ അത് മാറ്റണം കുറേ കാലമായിട്ട് പറയുന്നു. പക്ഷെ ഇതുവരെയായിട്ട് ഇഷിത മാറ്റാൻ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് മഹേഷിനൊരു പേടി അതാണ്, ഇനിയിപ്പം ബ്രേക്ക് ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ അവിടെ ഒരു പെട്ടിക്കടയിലെടുത്തൊക്കെ നിന്നിട്ട് മഹേഷ് അവിടെയൊക്കെ നോക്കുകയാണ്. അവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ അവരോട് ചോദിച്ചാൽ അറിയാലോ ഓർത്ത് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും അവർ പിളക്കാൻ ചോദിച്ചു, മഹേഷ് ചന്ദ്രൻ അല്ലേ നിൽക്കണം? അതെ അതെ എനിക്കറിയാം, സാറിൻ്റെ ഭാര്യയല്ല ഡോക്ടർ ഇഷിതയെന്ന് ചോദിക്കാം. അതെ. അല്ല എന്താ സാറേ ഈ സമയത്ത് ഇവിടെ? അത് പിന്നെ എൻ്റെ ഭാര്യ ഇതായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും, അവളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോവാന്ന് പറയണം. ആണോ? ഞാൻ ഡോക്ടർ ഇഷിതനെ വൈകുന്നേരം കണ്ടായിരുന്നു, കോഫി ഷോപ്പിൽ വെച്ച് കണ്ടായിരുന്നു, കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു പറയണം, ഒരു 10 മണിയായ സമയത്ത്. ഇത് കേട്ടതും മഹേഷ് ഞാൻ ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഓർത്ത, എന്നാൽ ഇഷിത ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും, എന്നാൽ വീട്ടിലേക്ക് പോകാം എന്ന് കരുതിയിട്ട് മഹേഷ് വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് ഡോക്ടർ അടുത്തേക്ക് ഇഷിതയുടെ അടുത്തേക്ക് സ്റ്റീഫൻ ഡോക്ടർ എല്ലുവാണ്. സ്റ്റീഫൻ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു, അല്ല ഡോക്ടർ ഇതായിട്ടും പോയി കിടന്ന് ഉറങ്ങിയില്ലേ? പോയി കിടന്ന് ഉറങ്ങിക്കോ, ഇതേ ഇവൻ ഉണരാനായിട്ട് ചിലപ്പോൾ നേരം പൊള്ളിരും, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. അല്ല അതിനു മുമ്പ് അങ്ങനെ ഉണർന്നാലോ? അങ്ങനെയൊന്നും ആവത്തില്ല ഡോക്ടർ എന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ പോലും ഇവൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയണം. അതെന്താ സ്റ്റീഫൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? ഇവൻ വല്ല കോമയിലേക്ക് എന്തെങ്കിലും പോവോ? ആ ഒരു ടെൻഷനായിരുന്നു അവളുടെ മനസ്സറിയാം. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് വഴിയില്ല, ചാൻസ് കുറവാണ്. പക്ഷേ എങ്കിൽ ഒന്നെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോവാ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടപ്പേ. ഇഷിത പറഞ്ഞു, ഡോക്ടർ ഞാൻ കാരണം തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയണ്ട. ഇഷിത പറഞ്ഞു, ഇനിയിപ്പോൾ ഇതെങ്കിലും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശത്രുക്കൾ കാത്തിരിക്കുക എന്നെ തീർക്കാനായിട്ട്. അറിയാലോ, അൻസാരിദാസ് ഒക്കെ നോക്കിയിരിക്കും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അവർ മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഇഷിത ആരുമായിട്ട് ഷെയർ ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതേനെ ആശ്വസിപ്പിക്കണം. എന്നിട്ട് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുന്നേ. ആ സമയം മാഷും പ്രിയാമണി സംസാരിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ഉറക്കം പോയി, പിന്നെ അവർക്ക് ഉറങ്ങാനേ പറ്റിയില്ല. മാഷ് പ്രിയാമണി ചോദിച്ചു, നമ്മുടെ മോള് വേറെ എവിടെയും പോകുന്ന നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് നിൽക്കുക? ഇല്ല മാഷേ, എനിക്കറിയാവുന്ന കാര്യമല്ലേ, അവൾക്ക് എവിടെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കാണും ഹോസ്പിറ്റലിൽ, അപ്പോൾ അവൾ അങ്ങനെയായിട്ട് പോയേക്കുമായിരിക്കും. അവൾ ആദ്യമായിട്ടല്ലോ ഇങ്ങനെ താമസിക്കുന്നത്, ഇവിടെ സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് താമസിക്കുന്നതല്ലേ, നമുക്കതൊക്കെ മനസ്സിലാവും. പക്ഷെ അപ്പുറത്ത് മഹേഷിനും കുടുംബത്തിനും അത് മനസ്സിലാവണമെന്നില്ല എന്ന് പ്രിയാമണി പറയാണ്. ഇത് കേട്ടപ്പോൾ മാഷു പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അപ്പോഴേക്കാണ് സുഹിത്ര അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നത്. സുഹിത്ര വന്നിട്ട് ചോദിച്ചു, ഇതെന്താ രണ്ടുപേർക്കും ഉറക്കമില്ലേ? കുറേ സമയമായല്ലോ ഞാനിവിടുത്തെ ഒച്ചപ്പാടും വേളം കേട്ടിട്ട്. അപ്പോഴത്തേക്കും പ്രിയാമണി പറഞ്ഞു, ഓഹോ അന്നേരം നീ എഴുന്നേറ്റ് വന്നില്ലല്ലേ? ഇനിയിപ്പോൾ ഇളയമ്മയ്ക്കും വല്ല അസുഖമാണെന്ന് അറിഞ്ഞോ ഒന്നും വന്ന് നോക്കുപോലും ചെയ്തില്ലല്ലോ, അതെങ്ങനെയാ? ഉറങ്ങുന്ന സമയത്ത് ഫോണിൽ കിളിക്കൊണ്ട് കിടക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അത് പിന്നെ ഇളയമ്മ അല്ലാന്ന് പറയണം. പിന്നെ എങ്ങനെയാടി ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വരുന്നേ?
അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അല്ല നീ കാര്യം എന്താന്ന് പറ. അതൊന്നുമില്ല ഇളയമ്മയെന്ന് പറയണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് മാഷ് പറഞ്ഞു രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഇഷിതേനെ കുറിച്ച് ആലോചിക്കുക. എനിക്ക് അവള് വരാത്തിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് മാഷ് ഒന്നുകൂടെ വിളിക്കണം. പക്ഷെ ഒന്നുകൂടെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല. ഇതെന്താ പോലും വൈകുന്ന ഓർത്തിരിക്കുകയാണ്. ആ സമയമാണ് മഹേഷ് വീട്ടിലേക്ക് വരുവാണ്. മഹേഷ് വീട്ടിലേക്ക് വരുന്നത് ഒരു പക്ഷേങ്കിൽ അവൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഓർത്തോണ്ടാണ് മഹേഷ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും അവളെ കാണാതെ വന്നപ്പോഴത്തേനും മഹേഷ് ആകെപ്പാടെ അന്താളിപ്പോടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.